നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സുപ്രധാന മാറ്റമാണ് ഇന്നലെ മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. വർഷങ്ങളായി നമ്മൾ പരിചയപ്പെട്ടിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പകരമായി ബി റാംജി എന്ന പുതിയ നിയമ ചട്ടക്കൂട് നിലവിൽ വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ജൂലൈ 1 മുതൽ ഇത് രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നതായി അറിയിച്ചിട്ടുണ്ട്. ഈ മാറ്റം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? നിലവിലെ ജോബ് കാർഡ് അസാധുവാകുമോ? പുതിയ കാർഡ് എപ്പോൾ ലഭിക്കും? ഈ KYC ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും? 100 ദിവസത്തെ ജോലി ഇനി 125 ദിവസം. അതുപോലെ കേരളത്തിലെ കൂലി, അതുപോലെ സ്വകാര്യ ഭൂമിയിലെ ജോലികൾ ഇനി ചെയ്യാൻ പറ്റില്ല. എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് നോക്കാം. ഇന്നലെ മുതൽ പുതിയ നിയമം നിലവിൽ വന്നെങ്കിലും നിലവിലുള്ള തൊഴിലാളികൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ ജോബ് കാർഡുകൾ വിതരണം ചെയ്യുന്നതുവരെ നിലവിലുള്ള തൊഴിലുറപ്പ് കാർഡുകൾ തന്നെ ഉപയോഗിക്കാമെന്നാണ്. എന്നാൽ ഒരു പ്രധാന വ്യവസ്ഥയുണ്ട്. നിങ്ങളുടെ ജോബ് കാർഡിന്റെ ഈ KYC പൂർത്തിയാക്കിയിരിക്കണം. ഈ KYC ചെയ്തിട്ടുള്ള കാർഡുകൾക്ക് മാത്രമാണ് താൽക്കാലികമായി സാധുത നൽകുന്നത്. അതുകൊണ്ട് ഇതുവരെ ഈ KYC ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ പഞ്ചായത്ത് ഓഫീസിലോ ബന്ധപ്പെട്ട അധികാരികളോടോ ബന്ധപ്പെടണം. ഇനി ഏറ്റവും വലിയ മാറ്റം, ഇതുവരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു കുടുംബത്തിന് വർഷത്തിൽ 100 ദിവസത്തെ തൊഴിലുറപ്പായിരുന്നു. പുതിയ നിയമപ്രകാരം അത് 125 ദിവസമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ഓരോ അർഹ കുടുംബത്തിനും ഇനി 25 ദിവസം അധിക തൊഴിൽ ലഭിക്കാനുള്ള അവസരമാണ് ഉണ്ടാകുന്നത്. ഇത് തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമായാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് മഴക്കാലത്തും കൃഷിയില്ലാത്ത സമയത്തും തൊഴിലില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾക്ക് അധിക വരുമാനം ലഭിക്കാൻ ഇത് സഹായിക്കും. അടുത്ത വലിയ മാറ്റം വേതനത്തിലാണ്. കേരളത്തിലെ തൊഴിലാളികളുടെ ദിവസവേതനം 401 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ ഒരു കുടുംബത്തിന് വർഷത്തിൽ ലഭിക്കാവുന്ന ആകെ വരുമാനവും വർദ്ധിക്കും. 125 ദിവസം മുഴുവൻ ജോലി ലഭിച്ചാൽ മുമ്പത്തേതിനേക്കാളും കൂടുതൽ വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാ വാർത്തകളും സന്തോഷം നൽകുന്നതല്ല. ഒരു പ്രധാന മാറ്റം ധനവിനിയോഗ രീതിയിലാണ്. മുൻപ് തൊഴിലാളികളുടെ കൂലിച്ചെലവ് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും വഹിച്ചിരുന്ന രീതിയിലായിരുന്നു. പുതിയ സംവിധാനത്തിൽ കേന്ദ്ര വിഹിതം 60% മാറ്റിയിട്ടുണ്ട്. ബാക്കി തുക സംസ്ഥാനങ്ങൾ കണ്ടെത്തേണ്ട സാഹചര്യം വരും. ഇത് സംസ്ഥാന സർക്കാരുകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന ആശങ്ക ചില വിദഗ്ധർ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാർ ഈ മാറ്റം പുതിയ വികസന മാതൃകയുടെ ഭാഗമാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇനി കേരളത്തിലെ നിരവധി കർഷകരെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തിലേക്ക് വരാം. പഴയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചില നിബന്ധനകൾ പാലിച്ചാൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിലും ജോലികൾ അനുവദിച്ചിരുന്നു. ഉദാഹരണത്തിന് ഭൂനികുതി രസീത് സമർപ്പിച്ച ശേഷം നിലമൊരുക്കൽ, കാട് വെട്ടിത്തെളിക്കൽ, ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കൽ തുടങ്ങിയ ജോലികൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ പുതിയ സംവിധാനത്തിൽ ഈ രീതിയിൽ സ്വകാര്യ ഭൂമിക്ക് അനുമതി നൽകിയിട്ടില്ലെന്നാണ് കരട് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. പകരം ജലസംരക്ഷണത്തിനുമായി അതുപോലെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ, സ്വകാര്യ കൃഷിഭൂമി മെച്ചപ്പെടുത്താൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി പഴയ പോലെ അവസരം ലഭിക്കണമെന്നില്ല. പക്ഷേ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, കുളങ്ങൾ, നീർത്തടങ്ങൾ, അതുപോലെ മഴവെള്ള സംഭരണം തുടങ്ങിയ പൊതുപ്രയോജന പദ്ധതികൾക്ക് മുൻഗണന നൽകും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള ചില കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെടുത്തി സ്വകാര്യ ഗുണഭോക്താക്കളുടെ വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ചില ജോലികൾക്ക് ഇപ്പോഴും അനുമതി നൽകുന്ന വ്യവസ്ഥകൾ തുടരുന്നുണ്ട്. അതായത് എല്ലാ സ്വകാര്യ ജോലികളും പൂർണ്ണമായി അവസാനിക്കുന്നു എന്നല്ല, പദ്ധതി അനുസരിച്ചുള്ള അർഹതയും മാർഗനിർദ്ദേശങ്ങളും ബാധകമായിരിക്കും. പുതിയ പദ്ധതിയിൽ 318 പ്രവൃത്തികൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയ കരട് പട്ടികയിൽ ആകെ 318 തരത്തിലുള്ള പ്രവൃത്തികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവയിൽ 4 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ജലസുരക്ഷ, ഇതിന് സർക്കാർ നൽകുന്ന പ്രാധാന്യം വളരെ കൂടുതലാണ്. കാരണം വരും വർഷങ്ങളിൽ കുടിവെള്ളക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനവും വലിയ വെല്ലുവിളിയായി മാറുന്നുവെന്നാണ് വിലയിരുത്തൽ. ഈ വിഭാഗത്തിൽപ്പെടുന്ന പ്രവൃത്തികൾ മഴവെള്ള സംഭരണ കുഴികൾ, ചെറുതടയണകൾ, ചെക്ക് ഡാമുകൾ, കുളങ്ങളുടെ നവീകരണം, കനാലുകളുടെ ശുചീകരണം, ഓവുചാലുകളുടെ വൃത്തിയാക്കൽ, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, കുഴൽക്കിണറുകളുടെ പുനരുദ്ധാരണം,
ജലസംഭരണ സംവിധാനങ്ങളുടെ വികസനം. ഇത്തരം ജോലികൾ ഗ്രാമപ്രദേശങ്ങളിലെ ജലലഭ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാന കാര്യം ഗ്രാമ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളതാണ്. ഈ വിഭാഗത്തിലും നിരവധി പ്രവൃത്തികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിനായി ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം, നടപ്പാതകൾ, ചെറിയ പാലങ്ങൾ, പൊതുസ്ഥലങ്ങളുടെ നവീകരണം, അതുപോലെ അംഗനവാടികളുടെ അറ്റകുറ്റപ്പണി, ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം, സർക്കാർ സ്കൂളുകളുടെ ചുറ്റുമതിൽ, സ്കൂളുകളിലെ ശുചിമുറി നിർമ്മാണം, നിലവിലുള്ള കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി. ഇതിലൂടെ ഗ്രാമങ്ങളിലെ പൊതുസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ജീവനോപാധി അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ വിഭാഗം ഗ്രാമീണ കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതികളായാണ് ലക്ഷ്യമിടുന്നത്. ഉദാഹരണമായി കാർഷിക ഉൽപ്പന്ന സംഭരണ സൗകര്യങ്ങൾ, പൊതുവായ കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ, ജൈവവള നിർമ്മാണ യൂണിറ്റുകൾ, മാലിന്യത്തിൽ നിന്ന് വരുമാനം കണ്ടെത്താനുള്ള പദ്ധതികൾ. ഇത് ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നാലാമത്തെ കാര്യമാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ പതിവാണ്. അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതിയിൽ ദുരന്ത നിവാരണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മണ്ണിടിച്ചിൽ തടയുന്ന സംരക്ഷണ ഭിത്തികൾ, വെള്ളപ്പൊക്ക പ്രതിരോധ സംവിധാനങ്ങൾ, നീർച്ചാലുകളുടെ വികസനം, വനവൽക്കരണം, കാട്ടുതീ തടയാനുള്ള പ്രവർത്തനങ്ങൾ, മണ്ണൊലിപ്പ് തടയുന്ന ജോലികൾ. ഇത്തരം പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പറഞ്ഞുതരാം. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. അതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളാണ്. പുതിയ പദ്ധതിയിൽ തൊഴിൽ ദിനം 125 വർദ്ധിപ്പിക്കുന്നതിലൂടെ തൊഴിലാളികൾക്ക് അധിക വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അതിനാൽ പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്ന് വരും മാസങ്ങളിലാണ് വ്യക്തമായ ചിത്രം മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ ജോബ് കാർഡിന് എന്ത് സംഭവിക്കും? ഇത് എല്ലാവരും ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ്. ഇപ്പോൾ നിലവിലുള്ള ജോബ് കാർഡിന് ഉടൻ അസാധുവാക്കില്ല. പുതിയ കാർഡുകൾ വിതരണം ചെയ്യുന്നതുവരെ പഴയ കാർഡുകൾ തന്നെ ഉപയോഗിക്കാം. എന്നാൽ ഈ KYC പൂർത്തിയാക്കിയിരിക്കണം. അതുപോലെ തന്നെ പുതിയ കാർഡ് എപ്പോൾ ലഭിക്കുമെന്ന ചോദ്യമുണ്ട്. കേന്ദ്ര സർക്കാർ പുതിയ കാർഡുകൾ ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും പഞ്ചായത്തുകളും ഇതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനാൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. പ്രധാനമായും പറയാനുള്ളത് അഭ്യൂഹങ്ങളിൽ വീഴരുത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം നിരവധി തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പഴയ കാർഡ് റദ്ദാക്കി, എല്ലാവരുടെയും ജോലി അവസാനിപ്പിച്ചു, പണം ലഭിക്കില്ല എന്നിങ്ങനെ പല സന്ദേശങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതെ വിശ്വസിക്കരുത്. ഗ്രാമപഞ്ചായത്ത്, ഗ്രാമവികസന വകുപ്പ്, കേന്ദ്ര സർക്കാർ എന്നിവയുടെ ഔദ്യോഗിക അറിയിപ്പുകളാണ് വിശ്വസിക്കേണ്ടത്. അതിനാൽ ജൂലൈ 1 മുതൽ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വലിയ മാറ്റത്തിന് തുടക്കമായിരിക്കുകയാണ്. VBG റാംജി പദ്ധതിയിലൂടെ തൊഴിൽ ദിനം 125 ദിവസമായി വർദ്ധിപ്പിച്ചു. കേരളത്തിലെ വേതനം 401 രൂപയായി ഉയർത്തുകയും ചെയ്തു. നിലവിലെ ജോബ് കാർഡുകൾ താൽക്കാലികമായി തുടരും. ഈ KYC നിർബന്ധമാണ്. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും, മറ്റുള്ളവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.